മുന്നിൽ അണച്ചുകൊണ്ട് ഓടുന്നവൻ്റെ പുറകെ രണ്ടുപേർ അലറിക്കൊണ്ട് ഓടുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ ജീവനും കയ്യിൽ പിടിച്ച് ആ ടാറിട്ട റോഡിലൂടെ ഓടി സൈഡിലുള്ള ഗ്രൗണ്ടിലേക്ക് കയറി. ബിബി, അവൻ കവലയിലേക്കാണ് കയറുന്നത്, നീ വയൽ വഴി അവിടേക്ക് ചെല്ല്. അജയ് കൂടെ ഓടുന്നവനോട് പറയേ അവൻ തലയാട്ടി മുന്നിലെ വയലിലെ സൈഡിലുള്ള മണ്ണിട്ട റോഡിലേക്ക് കയറിയതും അജയ് അവൻ്റെ പുറകെ ഓടി. കുഞ്ഞു വഴിയിലൂടെ പുറകിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ഓടി കവലയിലെ ഒരു കടയുടെ സൈഡിലേക്ക് കയറി ആരോ അവൻ്റെ കാലിലേക്ക് ചവിട്ടിയിരുന്നു. ആ വേദനയോടെ താഴേക്ക് വീണവൻ്റെ കോളറിൽ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്തുകൊണ്ട് ആ മുഖത്തേക്കിട്ടൊന്ന് കൊടുത്തു. ബിബി, ചേട്ടാ പ്ലീസ് തല്ലല്ലേ പ്ലീസ്. നിന്നോട് മര്യാദയില്ലല്ലടാ പുല്ലേ നിൽക്കാൻ പറഞ്ഞത്. വേദനയാൽ പിടയുന്നവൻ്റെ വയറ്റിനിട്ട് ഒന്ന് കൊടുത്തവൻ. അപ്പോഴേക്കും അജയ് ഓടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൻ. എടാ മതി, ഇനി അവിടെ ചെന്ന് കൊടുക്കാം, അവനെയും കൊണ്ട് വാ. തൂണിലേക്ക് ചാരി കിതപ്പടക്കി മുഖത്തെ വിയർപ്പിനെ തോളിൽ തുടച്ചു കളഞ്ഞവൻ. ബിബി വേദനയോടെ പുളയുന്നവനെ രൂക്ഷമായെന്ന് നോക്കി കോളർ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അവർ നേരെ പോയത് ആ കവലയിൽ തന്നെയുള്ള ഒരു കുഞ്ഞു കടയിലേക്കാണ്. ആ കടയുടെ മുന്നിലായി നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റ് കാണെ കിഷോറിന്റെ മുഖത്ത് ഭയം നിറഞ്ഞു. ബിബി അവനെ പുച്ഛത്തോടെ നോക്കി കോളർ പിടിച്ച് മുന്നോട്ട് തള്ളിയതും കിരൺ ആ ബുള്ളറ്റിന്റെ മുന്നിലേക്ക് വീണിരുന്നു. വീണയാഘാതത്തിൽ തറയിലെ കല്ല് അവൻ്റെ ഉള്ളം കൈയിലേക്ക് തുളച്ചു കയറി. വേദനയോടെ കൈയെടുത്ത് നോക്കുമ്പോൾ ചോരയൊലിക്കാൻ തുടങ്ങിയിരുന്നു. വല്ലാത്തൊരു ഭയം അവനെ പിടിമുറുക്കി. ഇനി നടക്കാൻ പോകുന്നതോർക്കെ അവൻ്റെ നെഞ്ചിടിപ്പ് കൂടി. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് അവൻ ആ നിമിഷം തോന്നിപ്പോയി. പെട്ടെന്ന് മുന്നിലേക്കൊരു കാൽ നീണ്ടുവന്നതും ഭയത്തോടെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. കറുത്ത ചെരുപ്പിട്ട ആ രോമം നിറഞ്ഞ കാലുകൾ മെല്ലെ അവൻ്റെ നെഞ്ചിലേക്ക് അമർന്നുകൊണ്ട് അവനെ മലർത്തിയതും മണ്ണിലേക്ക് മലർന്നു വീണിരുന്നവൻ. എന്നെ ഒന്നും ചെയ്യരുത്. കൈകൾ കുത്തി എഴുന്നേൽക്കാൻ നോക്കിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്നവനെ കണ്ണുകൾ ഉയർത്തി നോക്കി കിരൺ. പക്ഷെ എഴുന്നേൽക്കാൻ കഴിയാതെ നിലത്തേക്ക് തന്നെ ഇരുന്നു പോയവൻ. കറുത്ത കളർ ഷർട്ടും അതേ കരയുള്ള മുണ്ട് മടക്കിയുടുത്ത് കൈകൾ മാറിൽ പിണച്ച് തലയിടുപ്പോടെ മുന്നിൽ നിൽപ്പുണ്ടവൻ. വലത്തെ കൈയിൽ കറുത്ത ചരടും ഇടത്തെ കൈയിൽ സിൽവർ ഇടിവളയും. തുറന്നിട്ടിരിക്കുന്ന ഷർട്ടിന്റെ മുകളിലെ ബട്ടണിൽ പുറത്തു കാണുന്ന അവൻ്റെ രോമങ്ങൾ നിറഞ്ഞ നെഞ്ച്, അതിൽ പറ്റിപ്പിടിച്ചു കിടക്കുന്ന സിൽവർ ചെയിൻ. വല്ലാത്തൊരു ഭംഗിയും തലയെടുപ്പും ഭയവും തോന്നിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ആ നിൽപ്പിൽ. കഴിഞ്ഞോ? മുറുക്കമേറിയ അവൻ്റെ സ്വരം കാതിൽ പതിച്ചതും ഞെട്ടലോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കിരൺ. എന്നെ നോക്കിക്കഴിഞ്ഞോ? കഴിഞ്ഞാ എൻ്റെ പണിയെടുക്കി തുടങ്ങായിരുന്നു. താടിയൊഴിഞ്ഞ് വല്ലാത്തൊരു ഭാവത്തോടെ നോക്കുന്നവനെ ദയനീയമായി നോക്കിയവൻ. എന്നെ വെറുതെ വിടണം, സത്യമായും അറിയാതെ പറ്റിയതാ, ഇനി ആവർത്തിക്കില്ല, സത്യം. കൈകൂപ്പിയവൻ. ചെയ്തത് തെറ്റാണെന്നറിയാം. ഒരു പാവം കൊച്ചിനെ ഉപദ്രവിച്ചതാണോടാ നിനക്കറിയാതെ പറ്റിയത്? അലറുന്നതിനോടൊപ്പം അവൻ്റെ കാൽ കിരണിൻ്റെ നെഞ്ചിലേക്ക് അമർന്നിരുന്നു. മുസ്തഫ, എന്നെ ഒന്നും ചെയ്യരുത് പറയടാ പ്ലീസ്, ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരില്ല. അവൻ്റെ പുറകിലായി നിൽക്കുന്നവരെ ദയനീയമായി നോക്കി കിരൺ. ടോഷ് മോനെ. ശബ്ദമുയർന്നോ? കൊന്നു തൊള്ളു ഞാൻ. നിന്നോടല്ലടാ മര്യാദയുടെ ഭാഷയിൽ അവളുടെ അച്ഛൻ പറഞ്ഞത് ആ പെണ്ണെ നിനക്ക് കെട്ടിച്ചു തരില്ലെന്ന്. എന്നിട്ടും എന്തിനാടാ നീ അവളുടെ പുറകെ നടക്കുന്നത്? അത് എനിക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടം, അതാ ഞാൻ. കോളറിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചവനെ നോക്കി പറയെ അവനൊന്ന് അടങ്ങി അവനെ നോക്കി. സത്യമായും എനിക്ക് അവളെ ഇഷ്ടമാണ്. ഇന്നൊന്നുമല്ല, വർഷങ്ങളായി ഞാൻ അവളുടെ പുറകെയുണ്ട്. പക്ഷേ കല്യാണാലോചന വന്നെന്ന് അറിഞ്ഞതുകൊണ്ട് അവളോട് മിണ്ടാൻ ഞാൻ ആ ഷോപ്പിലേക്ക് പോയത്. പക്ഷേ അവൾ എന്നോട് മിണ്ടാൻ കൂട്ടാക്കിയില്ല. അതിൻ്റെ ചെറിയ ദേഷ്യത്തിലാണ് ഡ്രസ്സിംഗ് റൂമിൽ അവളെ പൂട്ടി സംസാരിക്കാൻ നോക്കിയത്. പക്ഷെ അപ്പോഴേക്കും ആ കടക്കാരൻ അവളുടെ അച്ഛനെ അവിടേക്ക് വിളിച്ചിരുന്നു. അല്ലത് മനഃപൂർവ്വം ഞാനവളെ ഉപദ്രവിച്ചതല്ല. ദയനീയമായി പറയുന്നവൻ ഒരു നിമിഷം അവൻ്റെ കൈകൾ അവനിൽ നിന്ന് മയഞ്ഞു. നീ പറഞ്ഞത് സത്യമാണോ? ആ ശബ്ദം ചെറുതായി തണുത്തതുപോലെ അവന് തോന്നി. സത്യമാണ്, അവൾക്കറിയാം എൻ്റെ ഇഷ്ടം. പക്ഷേ നല്ല ജോലിയും പറയത്തക്ക കുടുംബമഹിമയില്ലാത്തതുകൊണ്ട് അവളുടെ അച്ഛൻ സമ്മതിക്കാത്തത്. അവൻ്റെ ഷർട്ടിൽ നിന്നും കൈയഴിച്ച് പുറകിലേക്കൊന്ന് മാറി നിന്നവൻ. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അവൻ അറിഞ്ഞില്ല. കിട്ടിയ കൊട്ടേഷൻ എന്നും ഭംഗിയായി തീർത്തിട്ടുണ്ട്. ന്യായമോ സത്യമോ ഒന്നും നോക്കാതെ പണികൾ നല്ലപോലെ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ ഇത് പ്രണയത്തിൻ്റെ കാര്യമാണ്. ഒരു പെൺകുട്ടിയെ എന്നും പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നുവെന്നും പറഞ്ഞ് കോടീശ്വരനായ ഒരച്ഛൻ നൽകിയ കൊട്ടേഷൻ. പെണ്ണിൻ്റെ കാര്യമായതുകൊണ്ട് മുമ്പും പിമ്പും നോക്കാതെയാണ് ചെക്കനെ പൊക്കിയത്. പക്ഷേ ഇതിപ്പോൾ ഒരു നിമിഷം ചൂണ്ടുവേൽ കൊണ്ട് നെറ്റിയിലേക്കൊന്ന് പോറിയവൻ. മുസ്തു. അവൻ പുറകിലേക്ക് നോക്കിയതും മുസ്തഫ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ഇവനെ നല്ലപോലെ ഒന്ന് ഉപദേശിച്ചു വിട്, ഇനി ഉപദ്രവം വേണ്ട. കൂടെ
അവളുടെ അച്ഛനെ വിളിച്ച് ബാക്കി തരാനുള്ള പണം വേണ്ടെന്ന് പറഞ്ഞേര്. ഈ പണി നമ്മൾ ചെയ്യത്തില്ലെന്നും. അത്രമാത്രം പറഞ്ഞ് കിരണിനെ ഒന്ന് നോക്കി ബുള്ളറ്റിലേക്ക് അവൻ കയറിയതും കിരൺ ബൈക്കിന്റെ മുന്നിൽ നിന്നും മാറി നിന്നു. ആ നിമിഷം തന്നെ ആ ബുള്ളറ്റ് ഇടിമുഴക്കുന്ന ശബ്ദത്തോടെ അവിടെ നിന്നും പാഞ്ഞിരുന്നു. ആ ബുള്ളറ്റ് നേരെ ചെന്ന് നിന്നത് ഒരു ഓടിട്ട വീടിന്റെ മുന്നിലായിരുന്നു. സാമാന്യം വലിപ്പമുള്ള വീടാണിത്. മുന്നിൽ തുളസിത്തറയും സൈഡിലെല്ലാം പൂന്തോട്ടവും ചെടികളും നിറഞ്ഞു നിന്ന മനോഹരമായ മുറ്റം. ഇരു സൈഡിലും കട്ടിംഗ് ചെടികൾ കൊണ്ട് മനോഹരമായ റോഡിലേക്കുള്ള വഴിയിൽ സൈഡിലായി കുറച്ച് വാഴത്തോട്ടവും കവുങ്ങും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വലിയ മുത്തശ്ശിമാവിന്റെ ചുവട്ടിലായി കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലും അതിന്റെ പുറകിലായി ചെറുതായി ഷീറ്റിട്ട് വലിച്ച ഷെഡും, മൊത്തത്തിൽ ശാന്തമായ സുന്ദരമായ ചുറ്റുപാടുമാണ് അവിടെ. ബൈക്കിൽ നിന്ന് ഇറങ്ങിയവൻ വരാന്തയിൽ ചെരുപ്പഴിച്ചു വെച്ചു. ചാരിയിട്ടിരിക്കുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി. സാമാന്യം വലിപ്പമുള്ള ഹാളും അവിടെ ഒരു മുറിയുമുണ്ട്. ഹാളിൽ നിന്ന് കുഞ്ഞ് ഇടനാഴിയിലൂടെ നടന്നാൽ വലിയ അകത്തളമാണ്. അവിടെയാണ് ബാക്കി മുറികൾ. പുറമേ നിന്ന് ചെറുതാണെങ്കിലും അകത്ത് അത്യാവശ്യം വലിപ്പമുണ്ട്. മൊത്തത്തിലായി 4 മുറികൾ ആ ഹാളിൽ നിന്ന് പോകാനാകും. അവൻ നേരെ ഒരു മുറിയിലേക്ക് കയറിയതും ബെഡിൽ കിടക്കുന്ന അമ്മയെയാണ് കണ്ടത്. ഉച്ചമയക്കത്തിലായിരുന്നു സുജാത. ഒന്നും മിണ്ടാതെ വാതിൽ ചാരിയവൻ ഇപ്പുറത്തുള്ള തൻ്റെ മുറിയിലേക്ക് കയറി. പോകുമ്പോൾ ഉണ്ടായിരുന്നതുപോലെയല്ല. വാരി വിളിച്ചിട്ടതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റി ഒരു സൈഡിലേക്ക് എറിഞ്ഞുകൊണ്ടവൻ ബെഡിലേക്ക് മലർന്നു കിടന്നു. പതിവുള്ള കിടത്തമായതുകൊണ്ടും രാവിലെ മുതൽ മേലനങ്ങിയ ക്ഷീണം കൊണ്ടും മെല്ലെ അവൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി. ഇതാണ് സുജാതയുടെ വീട്. പാവം ഒരു വീട്ടമ്മയാണ് സുജാത. പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവ് ഉപേക്ഷിച്ചു പോയതിൽ പിന്നെ 2 മക്കളെയും ഒറ്റയ്ക്ക് വളർത്തിയ സ്ത്രീയാണവർ. ഇവർക്ക് 2 മക്കളാണ്. മൂത്തത് ഹരിപത്മനാഭൻ. പറയത്തക്ക ജോലിയും പഠിപ്പുമില്ലെങ്കിലും ആളൊരു ഗുണ്ടയാണെന്ന് പറയാം. 18-ാം വയസ്സിൽ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന അമ്മയെ സഹായിക്കാൻ വേണ്ടി കിട്ടിയ ജോലികൾക്കൊക്കെ പോകാൻ തുടങ്ങിയതാണ് ഹരി. പാവമായിരുന്നവൻ പെട്ടെന്നായിരുന്നു അവനൊരു കർക്കശക്കാരനായി മാറിയത്. പയ്യെ പയ്യെ നാട്ടിലെ ചെറു തല്ലു കേസുകളിൽ തുടങ്ങിയവൻ എപ്പോഴോ ഒരു ഗുണ്ടയായെന്ന് പറയാം. കാശിനു വേണ്ടി ന്യായമായ എല്ലാ കൊട്ടേഷനും അവനെടുക്കും. ഹരിയുടെ കൂടെ സഹായത്തിനുള്ളതാണ് അവൻ്റെ കൂട്ടുകാരായ മുസ്തഫ, ബിബി, അജയ്. ഇവർ 4 പേരുമാണ് ആ നാട്ടിലെ തല്ലുകൊള്ളികൾ. എന്തൊക്കെ പറഞ്ഞാലും ഹരിയെ എല്ലാവർക്കും പേടി തന്നെയാണ്. അവൻ്റെ ഒരു നോട്ടത്തിൽ വിറച്ചു പോകും എല്ലാവരും. കൊട്ടേഷൻ ഒഴിച്ചാൽ ആളൊരു ഡ്രൈവറാണ്. അജയുടെ അച്ഛൻ്റെ വണ്ടിയിൽ തന്നെയാണ് അവൻ ജോലിക്ക് പോകുന്നത്. 2ാമത്തെ ആൾ ഹൃദ്യ എന്ന ഹിതു. ആ നാട്ടിലെ കൊച്ചു സുന്ദരി തന്നെയാണ് പെണ്ണ്. ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന കൊച്ചുമിടുക്കി. എന്നാൽ ഹരിയെ പേടിച്ച് ആരും നോക്കാൻ പോകാറില്ലെന്ന് മാത്രം. ആളിപ്പോൾ +2-ൽ പഠിക്കുകയാണ്. ഇതാണ് ഹരിയുടെ കുടുംബം. ആരോ തട്ടി വിളിച്ചപ്പോഴാണ് ഹരി പിന്നെ കണ്ണുകൾ തുറന്നത്. ഈർഷ്യയോടെ മുഖമൊന്നമർത്തി തുടച്ച് തിരിഞ്ഞു കിടക്കുമ്പോൾ എന്തോ പറയുന്ന അമ്മയെ കാണെ മെല്ലെ തല പൊക്കിയവൻ. ആരോട് പറയാൻ? തല്ലുണ്ടാക്കാൻ പോരെന്ന് പറഞ്ഞാൽ കേൾക്കണ്ടേ? കാശിനു വേണ്ടി കിട്ടിയവരെയൊക്കെ അടിച്ചിടുമ്പോൾ അവരുടെ വീട്ടിലും എന്നെപ്പോലൊരു തള്ള കിടപ്പുണ്ടാവുന്നതിൽ ചിന്തിച്ചൂടെ? സൈഡിലായി ചുരുട്ടിക്കൂട്ടിയ അവൻ്റെ ഷർട്ട് കുനിഞ്ഞെടുത്തവർ പിറുപിറുത്തു. എന്താ അമ്മേ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? പൊന്നുമോൻ 6 കൈയും കാലും ഒടിച്ചിട്ടാണ് ഈ വിശ്രമം. കണ്ണും ചൊളിച്ചു നോക്കുന്നവനെ കൂർപ്പിച്ചു നോക്കി സുജാത. ഞാനൊന്നും ചെയ്തില്ല, വെറുതെ വിട്ടയച്ചു പോലും. നീ ആരാ, ജഡ്ജോ? അപ്പുറത്തെ സുധാകരൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചങ്ക് കലങ്ങിപ്പോയി. വന്ന് പെണ്ണിന് വേണ്ടി അടിയിട്ടൊക്കെ തുടങ്ങിയോ നീ? അമ്മയെ ഒന്ന് നോക്കി തിരിഞ്ഞു കിടന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഹരി. എന്തെങ്കിലും മിണ്ടിയ അത് 2ആയി ഒടുക്കം വഴക്കാവും. പിന്നെ രാത്രി വരെ നിന്ന് പറഞ്ഞു നടക്കാൻ അത് മതി. നീ ഇങ്ങനെ ഒന്നും മിണ്ടാതെ കിടന്നു. ഇതിനൊക്കെ പകരമായി എപ്പോഴാ ദൈവം തരുന്നതെന്ന് ആർക്കറിയാം? വീണ്ടും ഓരോന്ന് പറഞ്ഞ് അവൻ്റെ ഷർട്ട് എടുത്തുകൊണ്ട് അവർ മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ചായ വെച്ചില്ലേ അമ്മേ? മേശപ്പുറത്തുണ്ട്, എണീറ്റ് കുടിക്ക്. ഇനി കിടന്ന് രാത്രി ഭക്ഷണം തരില്ല ഞാൻ. സന്ധ്യാനേരത്ത് അവൻ്റെ ഉറക്കം. ഈ അമ്മ മുണ്ടൊതുക്കി എഴുന്നേറ്റിരുന്നതിനു കൊണ്ട് ചായ കയ്യിലേക്കെടുത്തു. ഫോണിൽ സമയം നോക്കുമ്പോൾ 6:15 കഴിഞ്ഞിട്ടുണ്ട്. വെറുതെയല്ല മുറിയിൽ ഇരുട്ട് കയറിയത്. ചായ മൊത്തിക്കൊണ്ടവൻ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഹാളിൽ ബുക്കും പിടിച്ചിരിക്കുന്ന ഹിതുവിനെ ഒന്ന് നോക്കി ഉമ്മറത്തേക്ക് നടന്നവൻ. അമ്മേ, കഴിക്കാടുത്ത് വെക്ക്. ഷർട്ടിൻ്റെ കൈ മടക്കിക്കൊണ്ട് ഹരി ഹാളിലേക്ക് ഇറങ്ങി വന്നു. ഈ രാത്രി നീ ഇത് എങ്ങോട്ടാ ഹരി? ലോഡുണ്ട്. എന്നെ കാത്തു നിൽക്കണ്ട, ഇനി രാവിലെ വരൂ. കറി ആവുന്നതേ ഉള്ളോ? അടുക്കളപ്പടിയിൽ നിന്നവൻ പച്ചക്കറി എരിയുന്ന അമ്മയെ നോക്കി തിരക്കി. ഇത് ഓംലെറ്റ് ഉണ്ടാക്കാനാ, നീ ഇരിക്ക്. ഹിതു, ഇങ്ങോട്ട് വന്നേ, ഏട്ടനൊന്ന് ചോറ് വിളമ്പിക്കേ. ഉള്ളിയും മുളകും അരിഞ്ഞ് പാത്രത്തിലേക്കിട്ട് 2 മുട്ടയും അടിച്ചിട്ടു സുജാത.
ഒരു 4 മിനിറ്റ് അമ്മ, ഞാൻ എഴുതുക, ഇതൊന്ന് തീർക്കട്ടെ. അപ്പോൾ തന്നെ ഹീതു മുറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരുന്നു, അമ്മ ചോറ് വിളമ്പ്, ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാം. ഹരി അടുക്കളയിലേക്ക് ഇറങ്ങി വന്നതും സുജാത പാത്രം അവിടെ വെച്ച് പ്ലേറ്റും കൊണ്ട് അടുപ്പിൻ്റെ അടുത്തേക്ക് പോയി. സ്റ്റൗവിലേക്ക് ഫ്രൈ പാൻ വെച്ച് എണ്ണയും ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് മുട്ട കൂട്ടി ഹരി. കൂടെ ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും വിതറി. ഓംലെറ്റ് പാകമായതും പ്ലേറ്റിലേക്ക് മറിച്ചിട്ടതും സുജാത ചോറും കറിയും കൊണ്ട് ഹാളിലേക്ക് നടന്നിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ഉപ്പേരിയും വെള്ളവും എടുത്തു. ഹരിയും ഹാളിലേക്ക് കയറി. അമ്മയിരിക്കെ, ഒന്നിച്ച് കഴിക്കാം. കസേര വലിച്ച് ഇരുന്നവൻ, വേണ്ടടാ, ഞാൻ മൗനരാഗം തുടങ്ങുമ്പോൾ കഴിക്കാം, നീ കഴിക്കുക. അതും പറഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നു സുജാത. അവിടെയാണ് ടി വി ഉള്ളത്. 8:30 മണി കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും. 10:30 സമയമായതുകൊണ്ട് തന്നെ അവർ വേഗം ടി വി ഓണാക്കി സോഫയിലേക്കിരുന്നു. ഫോണ് ബെല്ലടിച്ചതും കഴിച്ചുകൊണ്ടിരുന്ന ഹരി ഒന്ന് അമ്മയെ നോക്കി. ആളൊന്നും കേൾക്കാതെ ടി വിയിൽ മുഴുകിയിരിപ്പുണ്ട്. ഹീതു കൊണ്ടുവന്നു. വിളിക്കേണ്ട താമസം അവൾ ഫോണും കൊണ്ട് അവനരികിലേക്ക് വന്നിരുന്നു. അജയ് ആണ്. ആ ഹലോ, എന്താടാ വരുന്നില്ല നീ? സമയമായല്ലോ. അജയ് തിരക്കി. കഴിക്കുവാടാ, 5 മിനിറ്റ്, ബിബിയെയും കൂട്ടി എത്തിയേക്കാം. അവസാന ഉരുള വായിലേക്ക് വെച്ചവൻ ഫോണും പോക്കറ്റിലേക്കിട്ട് എഴുന്നേറ്റ് കൈ കഴുകി. ലോഡിന് തന്നെയാണോ അതോ തല്ലുപിടിക്കാനാണോ പോകുന്നതെന്ന് ചോദിക്കാമേ. വാതിൽ കടന്നവൻ തലയകത്തേക്കിട്ട് ഹീതുവിനെ കടുപ്പിച്ചു നോക്കി. അവൾ അമ്മയുടെ അടുത്തേക്ക് പതുങ്ങിയിരുന്നു. അവളെ നോക്കി പേടിപ്പിക്കണം നീ. എങ്ങാനും തല്ലിനാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ പടി ചവിട്ടില്ല നീ. സുജാത മുറുകിയ സ്വരത്തോടെ പറഞ്ഞതും ഹരി കേൾക്കാത്തതുപോലെ വരാന്തയിലേക്ക് ഇറങ്ങി ചെരുപ്പിട്ടു. ഹരിയുടെ വീട് കഴിഞ്ഞ് 4ാമത്തെ വീടാണ് ബിബിയുടേത്. അത് കഴിഞ്ഞ് മുസ്തഫയുടെ വീട്. പക്ഷേ അജയുടെ ടൗണിനടുത്താണ്. ഗേറ്റിനടുത്ത് തന്നെ ബിബി നിൽപ്പുണ്ടായിരുന്നു. ഹരി ബൈക്ക് സൈഡാക്കിയതും അവൻ കയറി. മുസ്തു പോയടാ. വീടിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ അടച്ചിട്ടിരിക്കുന്ന മുൻവാതിൽ കാണെ ഹരി തിരക്കി. അവൻ ഞാൻ കുളിക്കുമ്പോൾ പോയെന്ന് അമ്മച്ചി പറഞ്ഞു. അല്ല, സുജാതാമ്മ നിന്നോടൊന്നും ചോദിച്ചില്ലേ എങ്ങോട്ടാണെന്ന്? ലോഡിനാന്നാ ഞാൻ പറഞ്ഞത്. അല്ലെന്നറിഞ്ഞാൽ വീട്ടിലേക്ക് കയറ്റില്ല. പതിഞ്ഞ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ബുള്ളറ്റ് പറപ്പിച്ചവൻ. അവൻ്റെ ബൈക്കിൽ നിന്നത് ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലാണ്. മുസ്തുവിൻ്റെ എസ്റ്റേറ്റിൻ്റെ അടുത്തായി ബൈക്ക് നിർത്തി. ബിബി ഇറങ്ങിയതും ബൈക്കിൻ്റെ ചാവിയെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് ഹരിയും ഇറങ്ങി. അവരുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് മുസ്തു ഇറങ്ങി വന്നിരുന്നു. അവൻ എവിടെ? ജീവനോടുണ്ടോ? വല്ലാത്തൊരു ഭാവത്തോടെ ഹരി അവനെ നോക്കി. ഉണ്ട്. അജയ് കൊടുത്ത ബിരിയാണിയും കഴിച്ച് ക്ഷീണത്തോടെ ഇരിപ്പുണ്ട്. ആ പന്നിക്ക് എന്തിനാണ് ബിരിയാണി കൊടുത്തത്? വല്ല കഞ്ഞിയും പോരായിരുന്നു. അമർഷത്തോടെ ബിബി അകത്തേക്ക് കയറിയതും പുറകിൽ ഹരിയും മുസ്തവും നടന്നു. ആദ്യത്തെ നിലയിൽ വലത്തെ സൈഡിലേക്കാണ് അവർ പോയത്. അവിടെ തൂണിലായി കെട്ടിയിട്ട് തലയും താഴ്ത്തി നിലത്തിരിക്കുന്നവനെ കാണെ അവരുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അതുവരെ ഫോണിൽ നോക്കിയിരുന്ന അജയ് അവരെ കാണെ ഫോൺ പോക്കറ്റിലേക്കിട്ട് മുന്നോട്ട് വന്നു. അവൻ്റെ അടുത്തേക്ക് കുനിഞ്ഞിരുന്ന് ആ മുഖം ഉയർത്തി ബിബി. ചുവന്ന കണ്ണുകളും പൊട്ടിയ ചുണ്ടും അവൻ്റെ മുഖത്തിന് വല്ലാത്ത ഭംഗി തോന്നിച്ചു. മുന്നിൽ നിൽക്കുന്നവരെ കാണെ ചെറുതായി ഭയം തോന്നിയവന്. അപ്പോൾ എങ്ങനെ ലിഖിത്തെ കാര്യങ്ങൾ? 24 മണിക്കൂർ കഴിഞ്ഞു. വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനൊന്നും ഇല്ലേ നിനക്ക്? നിന്റെ ഭാര്യ അവിടെ കാത്തിരിപ്പുണ്ടാവും. പാൻറ്റിൻ്റെ കീശയിലേക്ക് കൈയിട്ട് ഒരു തൂണിലേക്ക് ചാരി നിന്നുകൊണ്ട് മുസ്തഫ അവനെ നോക്കി ചോദിച്ചു. എനിക്ക് വീട്ടിൽ പോകണം. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല. മാന്യമായി പണിയെടുത്ത് ജീവിക്കാം. ഈ പരിപാടി ഇനി ഞാൻ ആവർത്തിക്കില്ല, ക്ഷീണത്തോടെ പറഞ്ഞവൻ. ഒരേ ഇരുത്തമിരുന്ന് മേലാകെ വേദന തുടങ്ങിയിരുന്നു അവന്. അതാണ് നിനക്ക് നല്ലത്. ബിബി, ആ കെട്ടഴിച്ചുവിട്, അവൻ പോട്ടെ. ഹരിയെ ഒന്ന് നോക്കി ബിബി കെട്ടഴിച്ചതും ലിഖിത്ത് വേദനയോടെ മുഖം ചൊളിച്ചെണീറ്റു. ടോഷു മോനെ, നിന്റെ പിഞ്ചു കുഞ്ഞിനെ ഓർത്ത് മാത്രമാ ഇപ്പോൾ ഈ ദയ. ഇനി നീ എവിടെയെങ്കിലും ഡ്രൈവർ പണിക്ക് കയറിയെന്ന് ഞാൻ അറിഞ്ഞാ അവിടെ വന്ന് പൊക്കും ഞാൻ. മുണ്ടുമടക്കി കുത്തി ശാന്തമായി തന്നെ ഹരി അവനെ നോക്കി. മെല്ലെ തലയാട്ടി അവരെ എല്ലാവരെയും ഒന്ന് നോക്കി ലിഖിത്ത് താഴേക്ക് ഇറങ്ങി. ഹരി അവൻ പോകുന്നതും നോക്കി ഫോൺ എടുത്തു ചെവിയിലേക്ക് വെച്ചു. ലിഖിത്ത് അവരുടെ കൂടെ അജയുടെ അച്ഛൻ്റെ വണ്ടിയിൽ ഡ്രൈവറായിരുന്നു. തമിഴ്നാട്ടിൽ പോയി പച്ചക്കറി ലോഡ് അധികവും എടുക്കാറ് അവനായിരുന്നു. അതിനിടയിലാണ് അവന് മയക്കുമരുന്നിൻ്റെ ഇടപാടുണ്ടെന്ന് ഹരിക്ക് മനസ്സിലായത്. അവനെ ഒന്ന് പിന്തുടർന്നതും കൊച്ചിയിൽ നിന്നും മരുന്ന് വാങ്ങി ലോഡിൻ്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വിൽക്കുന്നതറിഞ്ഞ ഹരി പിന്നെ അവനെ പൊക്കുകയായിരുന്നു. വിശ്വാസത്തോടെ അജയുടെ അച്ഛനെ ഏൽപ്പിക്കുമ്പോൾ അതിന് കോട്ടം തട്ടുന്ന ഒന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറില്ല. ചെറുതായി കുടിയും സിഗരറ്റ് വലിയും ഉണ്ടെങ്കിലും മരുന്നിൻ്റെ പുറകെ ഒന്നും ആ 4 പേരും പോയിട്ടില്ല. അതേ കെട്ടിടത്തിൻ്റെ ഇടത്തെ സൈഡിലായി കുറച്ച് വൃത്തിയുള്ള മുറിയിലേക്ക് അവർ കയറി. അവിടെ 2 ബെഞ്ചും കസേരയും മേശയും ഉണ്ടായിരുന്നു. ഒരു പാക്കറ്റ് സിഗരറ്റ് എടുത്ത് മുസ്തു ബെഞ്ചിൽ വെച്ചതും ഫോണിൽ ലൂഡോ ഓണാക്കി ബിബിയും ബെഞ്ചിലിരുന്നു. 4 ആളും 4 സൈഡിലായിരുന്നു കൊണ്ട് ലൂഡോ കളി തുടർന്നു. കൂടെ വലിയും. അവരെന്തു പറഞ്ഞു വിശ്വ? ഈ ആലോചനയെങ്കിലും നടക്കുമോ? നടക്കുമേ.
എല്ലാ വട്ടത്തെയും പോലെ ഇത് മുടങ്ങില്ല. അവർ ഇവളെക്കുറിച്ച് എല്ലാം അറിഞ്ഞു തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഉറപ്പിക്കുക തന്നെ ചെയ്യാം, വിശ്വൻ സന്തോഷത്തോടെ പറഞ്ഞു. രാജേശ്വരിയുടെ കണ്ണുകൾ ഹരിതറിലേക്ക് തിരിഞ്ഞു. നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ മകളുടെ കാര്യമാ. പുച്ഛം നിറഞ്ഞ അവരുടെ മുഖം കാണെ അയാളുടെ തല താഴ്ന്നു. അമ്മ പറയുന്നത് പോലെയെല്ലാം എങ്ങനായാലും അവളുടെ കല്യാണം നടന്നാൽ മതി. 19 കഴിയാൻ ഇനിയും 5 മാസം മാത്രമാണ് ബാക്കിയുള്ളത്. നിസ്സഹായമായ അയാളുടെ സ്വരം കേൾക്കെ രാജേശ്വരിയുടെ കണ്ണുകൾക്ക് തിളക്കമേറി. ഇപ്പം അറിഞ്ഞല്ലോ, കുറച്ച് തൊലിവെളുപ്പുണ്ടായ ആരും കെട്ടാൻ വരില്ലെന്ന്. ഞാൻ എന്തായാലും ഈ ആലോചന അങ്ങ് ഉറപ്പിച്ചു. ഉടൻ തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറയണം വിശ്വ. വേഗം തന്നെ എല്ലാം തീരുമാനിക്കാമല്ലോ. പറയാം അമ്മേ. അമ്മയെ നോക്കി തലയാട്ടി അയാൾ. അമ്മേ, അത് മോളുടെ സമ്മതം കേൾക്കണ്ടേ? അതുവരെ നിശബ്ദമായി നിന്ന ആശ പരിങ്ങലോടെ ചോദിക്കെ രാജേശ്വരിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. എനിക്കെന്തിനാടി അവളുടെ സമ്മതം? ഞാൻ തീരുമാനിക്കുന്നതേ ഇവിടെ നടക്കൂ. ഇനി എന്നെ എതിർത്ത് നിൽക്കാനാണ് അമ്മയുടെയും മകളുടെയും ഭാവമെങ്കിൽ അറിയാലോ, ഇവിടെ കിടന്ന് നരകിക്കുവൾ. അത് വേണോ ആശേ? വല്ലാത്തൊരു ഭാവത്തോടെ അവരിത് ചോദിക്കെ ആശ കണ്ണീരോടെ വേണ്ടെന്ന് തലയാട്ടി.